വാട്ട് ഡസ് IDE സ്റ്റാൻഡ്സ് ഫോർ? IDE എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? അത് IDE എന്നാണ് അറിയണ്ടേ, എന്നാലേ പൂർണ്ണ രൂപത്തിലേക്ക് കിടക്കണ്ടു. അതായത് നമുക്ക് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാനും റൺ ചെയ്യാനും ഡീബഗ് ചെയ്യുക, തെറ്റുകൾ തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് എഡിറ്റർ പോലുള്ള ഒരു നോർമൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്യാം, എന്നിട്ട് അത് സേവ് ചെയ്യുക, എന്നിട്ട് പിന്നീട് ടെർമിനലിലൊക്കെ റൺ ചെയ്യുക ഒക്കെ ചെയ്യാം. എന്നാൽ അതിന് പകരം ഈ കാര്യങ്ങളൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുക, അതേപോലെ ടൈപ്പ് ചെയ്യുക, റൺ ചെയ്യുക, ഡീബഗ് ചെയ്യുക. ഡീബഗ് മീൻസ് നമുക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? IDE എന്ന് വിളിക്കുന്നത്. നമ്മൾ IDL യൂസ് ചെയ്യുന്നില്ലേ? അത് അത്തരത്തിലുള്ള ഒരു IDE ആണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു IDE ആണ്. അങ്ങനെയുള്ള IDEയുടെ പൂർണ്ണ രൂപം, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കും. IDE എന്താണെന്ന് ചോദിക്കാറുണ്ട്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, തെറ്റിപ്പോവരുത്. Which IDE is used for writing and running Python programs? പൈത്തൺ പ്രോഗ്രാമുകൾ എഴുതാനും പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കുന്ന IDE ഏതാണ്? ക്രിറ്റ എന്താ? ഇമേജസ് ഒക്കെ നമുക്ക് ഡ്രോയിങ് ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്രിറ്റ. IDL എന്ന് വിളിക്കുന്ന ഐഡിലാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമുക്ക് പൈത്തൺ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, റൺ ചെയ്യുക, തെറ്റുകൾ തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു IDE ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നിലധികം നിബന്ധനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ക്രമമായി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? if else ആണോ, if elif else ആണോ, while ആണോ, range ആണോ? ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. if else ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. if elif else ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഈഫും എൽസും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഈഫും എലിഫും എൽസും തമ്മിലുള്ള വ്യത്യാസം? കൺഫ്യൂഷൻ ഉണ്ടോ? ഒരൊറ്റ സ്ലൈഡ് ക്ലിയർ ആക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈഫും എൽസും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് ഈഫ് എലിഫ് എൽസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈഫ് എൽസ്, ഈഫ് എലിഫ് എൽസ് ഒക്കെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഉദാഹരണത്തിന് ഇതൊരു ഏജ് നമ്മൾ അവിടെ അസൈൻ ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. 18 വയസ്സിനേക്കാൾ കുറവാണെങ്കിൽ, ഒരു കുട്ടീന്റെ ഏജ് നമ്മൾ പറഞ്ഞു കൊടുത്തു, അത് 18 വയസ്സിനേക്കാൾ കുറവാണെങ്കിൽ യു ആർ എ ജൂനിയർ എന്ന് എഴുതി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈഫ് എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് കൊടുക്കുക, എന്നിട്ട് ആ ഒരു കണ്ടീഷൻ ഇതേപോലെ കൊടുക്കുക. ഏജ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തതാണ്, ഏജ് ഈസ് ഈക്വൽ ടു 15. ഏജിന്റെ അകത്തുള്ള വാല്യൂ 18നേക്കാൾ കുറവ്, ഇതിനെ ലെസ് ദാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ, ഇങ്ങനെ കൊടുത്താൽ ഗ്രേറ്റർ ദാൻ. അറിയാലോ, ചിലപ്പോൾ തെറ്റിപ്പോവല്ലേ? തെറ്റിപ്പോണ്ട. ഇങ്ങനെ കൊടുത്താൽ ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ. ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏജിന്റെ അകത്തുള്ള വാല്യൂ 18നേക്കാൾ കുറവാണെങ്കിൽ ഈ ഈഫിന്റെ ബോഡിയിൽ കൊടുത്തില്ല, ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യണം, വരണം. 18നേക്കാൾ കുറവാണെങ്കിൽ യു ആർ എ ജൂനിയർ എന്ന് എഴുതി കാണിക്കണം. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ, ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ തെറ്റാണെങ്കിൽ, അതല്ലെങ്കിൽ 18നേക്കാൾ മുകളിലാണെങ്കിൽ ഈ ഒരു ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. യു ആർ എ സീനിയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എത്ര കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ ഒരു കണ്ടീഷനാണ് കൊടുത്തത്. ഇഫ് എൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തു. എന്നാൽ നമുക്ക് ഒന്നിലധികം കണ്ടീഷൻ ഉണ്ടെങ്കിലോ, ഇവിടെ എത്തുന്ന സമയത്ത് ഇഫ് ഏജ് ലെസ് ദാൻ 12, ഏജിന്റെ അകത്തുള്ള വാല്യൂ, ഏജിന്റെ അകത്ത് നിലവിലുള്ളത് 25 ആണ്, ഏജിലുള്ള വാല്യൂ 12നേക്കാൾ കുറവാണെങ്കിൽ യു ആർ എ ചൈൽഡ്. 12ൽ താഴെയാളെ ചൈൽഡ് ആയിട്ട് എഴുതി കാണിക്കണം. ചൈൽഡ് എന്ന് അവിടെ പ്രിന്റ് ചെയ്ത് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു കണ്ടീഷൻ. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. അടുത്തൊരു കണ്ടീഷൻ ഉണ്ട് നമുക്ക്. ഇനി ഇവിടെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളൂ, ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എലിഫ് എന്ന് പറഞ്ഞാണ് കൊടുക്കുക. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ, എലിഫ് എന്ന് പറഞ്ഞാണ് കൊടുക്കുക. അവിടെ കൊടുത്തുള്ള കണ്ടീഷൻ ഏജ് ലെസ് ദാൻ 18, 18നേക്കാൾ കുറവാണെങ്കിൽ യു ആർ എ ജൂനിയർ എന്ന് എഴുതി കാണിക്കണം. നിങ്ങൾ ജൂനിയർ ആണെന്ന് എഴുതി കാണിക്കണം. ഈ രണ്ട് കണ്ടീഷനും അല്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഭാഗമാണ് എൽസിൽ കൊടുക്കുന്നത് യു ആർ എ സീനിയർ. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ കൊടുത്തു. ഇനി രണ്ടിലധികം ഉണ്ട്, ഒരു 3, 4, 5 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്നും എലിഫ് 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 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈഫ് യൂസ് ചെയ്യാം, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഈഫ് എലിഫ് യൂസ് ചെയ്യാം. ഒന്നിലധികം നിബന്ധനകൾ ക്രമമായി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് ഈഫ് എൽസ് ആണോ ഈഫ് എലിഫ് എൽസ് ആണോ? റൈറ്റ് ആൻസർ ഈഫ് എലിഫ് എൽസ്.
എൽഫ് എന്നും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ കണ്ടീഷൻസ് കൊടുത്തു പോവാം. What are the statements that repeat a block of code called? ഒരു കോഡ് ബ്ലോക്ക് ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ എന്ത് വിളിക്കുന്നു? സിമ്പിൾ. റിപ്പീറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ലൂപ്പ്, എന്തിനാണ് ലൂപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. പൈത്തണിൽ 2 ലൂപ്പ് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വൈൽ ലൂപ്പും രണ്ടാമത്തത് ഫോർ ലൂപ്പും. ഇവിടെ കുറെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആകെ 2 ലൈൻസ് കൊടുത്തിട്ടുള്ളൂ. രണ്ടും നമ്മൾ തന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഇത്. സെയിം ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുക 1 മുതൽ 5 വരെ. ഇവിടെ 1 മുതൽ 5 വരെ. വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 1 2 3 4 5 6 7 100 1000 എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരേ കാര്യം ഇങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടും അത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, ഒരേ കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് വാല്യൂസ് ഡസ് റേഞ്ച് 1,10 ജനറേറ്റ്? റേഞ്ച് 1,10 ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യകൾ ഏവാ? വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ വെച്ചോണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഫോർ കൗണ്ട് ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് 1,6 എന്ന് കൊടുത്തു. എന്തൊരു പ്രിന്റ് കൗണ്ട്. അതായത് ഈ ഒരു ഇത് റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത് എത്ര മുതൽ എത്ര വരെ ഒരു റേഞ്ച് ആണ് അവിടെ കിട്ടുക. റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു സിന്റാക്സ് ഉണ്ട്. റേഞ്ച് ബ്രാക്കറ്റില് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോമ, അടുത്തത് വരുന്നത് സ്റ്റോപ്പ് കോമ, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലാവണ്ട, പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ഇതാണ് സിന്റാക്സ്. അതായത് റേഞ്ചിന്റെ ഉള്ളിൽ ഒറ്റൊരു സംഖ്യ മാത്രം കൊടുത്താൽ അതിനർത്ഥം അത് സ്റ്റോപ്പ് വാല്യൂ ആണ്. അതിന്റെ അർത്ഥം അത് സ്റ്റോപ്പ് വാല്യൂ ആണ്. റേഞ്ച് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് 0, 1, 2 അങ്ങനെ പോയി 9 വരെ 10 സംഖ്യകളാണ് കിട്ടുക. സ്റ്റാർട്ടിങ് 0 ആയിരിക്കും, ലാസ്റ്റ് 9 ആയിരിക്കും. അങ്ങനെ 10 എണ്ണാണ് നമുക്ക് കിട്ടുക. റേഞ്ച് 10 എന്ന് മാത്രം കൊടുത്താൽ. അങ്ങനെയാണെങ്കിൽ റേഞ്ച് 20 എന്ന് കൊടുത്താലോ 0 മുതൽ 19 വരെ 20 സംഖ്യകൾ കിട്ടും. എന്നാൽ റേഞ്ച് 1,10 എന്ന് കൊടുത്താലോ, റേഞ്ച് 1,10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ഇത് എൻഡിങ് ആണ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ശ്രദ്ധിക്കണം. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അടുത്ത വാല്യൂ 2, 3 അങ്ങനെ പോയി ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും? 10 ആണോ? അല്ല, 10 ആണെന്ന് വിചാരിക്കും. 10 അല്ല, 9 ആണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പിൽ കൊടുക്കുന്ന ആ വാല്യൂ ഇല്ലേ, അതിന്റെ തൊട്ട് മുൻപിലുള്ള വാല്യൂ വരെ മാത്രമേ വരൂ. ആ സ്റ്റോപ്പിൽ കൊടുത്ത വാല്യൂ വരൂല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ചോദ്യം വരാം. തെറ്റിക്കാനല്ല, തെറ്റിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ 3 തന്നിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്, അടുത്തത് സ്റ്റോപ്പ് ആണ്, ഇത് സ്റ്റെപ്പ് ആണ്. എന്താണ് ഈ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഇടയിലുള്ള ഇന്റർവെൽ. സ്റ്റാർട്ടിങ് എത്രയാ? 2, സംശയമൊന്നുമില്ല, നമുക്ക് കിട്ടി. എൻഡിങ് എന്നത് 10 ആണ്. അപ്പൊ നമുക്കറിയാം 10 വരൂല, അതിന് മുൻപിലുള്ള വരെ വരും എന്നറിയാം. എന്നാൽ അതിന്റെ കൂടെ തന്നെ 2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ നമ്മൾ സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുന്നത് അത്രയുമായിരിക്കും അതിന്റെ ഇന്റർവെൽ. അതായത് സ്റ്റാർട്ടിങ് 2 കൊടുത്തു, അടുത്തത് വരുന്നത് 4 ആയിരിക്കും. എന്താ? അതിന്റെ ഇടയിൽ വേണ്ട ഒരു ഇന്റർവെൽ ഇല്ലേ, അതാണ് നമ്മൾ 2 കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് വാല്യൂ 2 ആണ്. 2 കൊടുത്താൽ 3 4 വരിക. അടുത്തത് എത്ര വരും? 6 വരും. അടുത്ത എത്ര വരും? 8 വരും. അതായത് 2 2 2 2 ആ സ്റ്റെപ്പ് വാല്യൂ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഇടയിലുള്ള ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ 10 അല്ലേ കൊടുത്ത്, അടുത്തത് ശരിക്കും എത്ര വരേണ്ടത്? 10. 8 കഴിഞ്ഞാല് അടുത്തത് 9 10 രണ്ടെണ്ണല്ലേ ഇന്റർവെൽ അല്ലേ? 2 ഇന്റർവെൽ. അപ്പൊ 9 10 ആണ് വരേണ്ടിയിരുന്നത്. എന്നാൽ സ്റ്റോപ്പ് വാല്യൂ 10 ആയതുകൊണ്ട് ഒരിക്കലും 10 വരൂല, 8 വരെ വരൂ. ക്ലിയർ അല്ലേ? ഈ ഒരൊറ്റ കാര്യം മനസ്സിലായോ? കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും കൊടുക്കുന്ന ആ ഒരു സ്റ്റോപ്പിൽ കൊടുക്കുന്ന വാല്യൂ വരൂല കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1,10 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? 1 വരും, 2 വരും, 3 4 5 6 7 8
9. എൻ്റെ ആ ഒരു സ്റ്റോപ്പിൽ കൊടുത്ത വാല്യൂ വരൂല. റൈറ്റ് ആൻസർ 1 മുതൽ 9 വരെ ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? Which Python module is used for graphical drawing? ഗ്രാഫിക്കൽ ഡ്രോയിങ്ങിനായി ഉപയോഗിക്കുന്ന പൈത്തൺ മൊഡ്യൂൾ ഏതാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാത്ത്, വോയിസ്, ടെർട്ടിൽ, ഡേറ്റ് ആൻഡ് ടൈം ഇതൊക്കെ മൊഡ്യൂളുകളാണ്. ഇതിനകത്ത് ഗ്രാഫിക്കലിനാണെങ്കിൽ ടെർട്ടിൽ യൂസ് ചെയ്യും. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടെർട്ടിൽ. ടെർട്ടിൽ മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് വരകൾ, ത്രികോണം, ചതുരം അത്തരത്തിലുള്ള ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ടെർട്ടിൽ എന്ന മൊഡ്യൂൾ യൂസ് ചെയ്യാം. മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു പൈത്തൺ ഫയൽ തന്നെയാണ്. ഓക്കെ, മാത്ത് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൈത്തൺ ഫയലാണ്. ഇതൊക്കെ പൈത്തൺ ഫയലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൊഡ്യൂൾ. ഓക്കെ, ഈ ടെർട്ടിൽ എന്ന മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. Which keyword is used to include a module in Python? ഒരു മൊഡ്യൂൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെർട്ടിൽ. ടെർട്ടിൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. എന്തിനാ യൂസ് ചെയ്യുന്ന? ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട്, സർക്കിൾസ് വരക്കാൻ വേണ്ടിയൊക്കെ തന്നെ ടെർട്ടിൽ മൊഡ്യൂൾ യൂസ് ചെയ്യാം. നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിലേക്ക് ടെർട്ടിൽ എന്ന മൊഡ്യൂളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നാലേ വരയൊക്കെ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടെർട്ടിൽ മൊഡ്യൂളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം. എന്നാൽ ഇതിൽ വ്യത്യാസമുണ്ട്. ടെർട്ടിൽ എന്ന ഒരു മൊഡ്യൂളിനെ കൊണ്ടുവരാൻ നമുക്ക് ശരിക്കും ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് മതി. ഇമ്പോർട്ട് എന്ന ഈ ഒരു കീവേഡ് മതി. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ട് ആണ്. ഇമ്പോർട്ട് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു മൊഡ്യൂളിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നാൽ ഇവിടെ വേറെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ്. ഇതിന്റെ മീനിങ് എന്താ? ഈ ടെർട്ടിൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് പറഞ്ഞത് അല്ലെ. ടെർട്ടിൽ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ടെർട്ടിൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതൊരു പൈത്തൺ ഫയലാണ്. ഓക്കെ, ഒരു പൈത്തൺ ഫയലാണ്. ഈ പൈത്തൺ ഫയലിനകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ടാകും, കുറേ ക്ലാസ് ഉണ്ടാവും. കൂടുതലായിട്ടൊന്നും ആലോചിച്ച് തലപോക്കേണ്ട കുറേ ഫങ്ഷൻസ്, ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒന്നാണ് ഫോർവേഡ്. ഫോർവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? വരക്കാൻ. ഒരു വരക്കാനാണ് ഫോർവേഡ് യൂസ് ചെയ്യുന്നത്. ഈ ടെർട്ടിലുള്ള ഫോർവേഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ മാത്രമേ നമുക്ക് വേണ്ടുവെങ്കിൽ, ഫോർവേഡ് എന്ന ഫംഗ്ഷനെ മാത്രമേ വേണ്ടുവെങ്കിൽ ടെർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് എന്ന് മാത്രം കൊടുക്കാം. എന്നാൽ ടെർട്ടിൽ മൊഡ്യൂളിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും, എല്ലാ ക്ലാസ്സുകളും നമുക്ക് വേണ്ടിക്കൽ ഇമ്പോർട്ടിന് ശേഷം ഒരു സ്റ്റാർ കൊടുത്താൽ മതി. ആസ്റ്ററിക്സ് എന്ന് നമ്മൾ പറയും. ഒരു സ്റ്റാർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടെർട്ടിൽ മൊഡ്യൂളിലെ എല്ലാ ഫംഗ്ഷൻസിനെയും ക്ലാസ്സിനെയും അതിന്റെ താഴെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. ഇമ്പോർട്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് ടെർട്ടിൽ ആയാലും ഇനി മാത്ത് ആയാലും ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വിച്ച് ടെർട്ടിൽ കമാൻഡ് ഡ്രോ എ ഫോർവേഡ് ലൈൻ? ഒരു ലൈൻ, ഇങ്ങനെയുള്ള ഒരു ലൈന് വരക്കാൻ വേണ്ടിയിട്ട് ഏത് കമാൻഡ് യൂസ് ചെയ്യണം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലൈന്, മൂവ്, ഫോർവേഡ്, ഡ്രോ. ഫോർവേഡ് ഇപ്പൊ ഫോർവേഡിന്റെ ഉള്ളിൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ആണ് അത്. ഓക്കെ, 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 യൂണിറ്റ് നീളമുള്ള ഒരു വര നമുക്ക് കിട്ടും. ക്ലിയർ? വിച്ച് കമാൻഡ് റൊട്ടേറ്റ്സ് ദ ടേർട്ടിൽ 90 ഡിഗ്രി ടു ദ റൈറ്റ്? ടേർട്ടിലിനെ 90 ഡിഗ്രി വലത്തോട്ട് തിരിക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? നമ്മൾ പൈത്തൻ്റെ അകത്ത് ടേർട്ടിൽ മൊഡ്യൂളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണം ഒരു സാധനം ഉണ്ടാവും. അതിങ്ങനെ നേരെ വരക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് യൂസ് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വലത്തോട്ട്, റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി റൈറ്റ് ആണ്. റൈറ്റ് സൈഡിലേക്ക് തിരിക്കാൻ ഇത്ര ചെയ്താൽ മതി. ലെഫ്റ്റ് 90, ടേൺ 90, റൈറ്റ് 90, റൊട്ടേറ്റ് 90. ആൻസർ റൈറ്റ് 90 എന്ന് കൊടുത്താൽ മതി. റൈറ്റ് 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെർട്ടിലിനെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ചെയ്തവർക്ക് അറിയാം ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പോകും അല്ലെ. ഈ ഒരു ടെർട്ടിൽ 90 ഡിഗ്രി വലത്തോട്ട്, ഈ ഒരു ടെർട്ടിന്റെ വലത് ഭാഗം ഇങ്ങോട്ടല്ലേ വരിക, ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു നിൽക്കും. എന്ത് കൊടുത്താൽ? റൈറ്റ് 90 എന്ന് കൊടുത്താൽ. ശ്രദ്ധിക്കണം, റൈറ്റ് 90 എന്ന് മാത്രമല്ല, ഇതിന് നമുക്ക് ഷോർട്ടായിട്ട് RT എന്നും കൊടുക്കാം. RT 90 ഇങ്ങനെയും ചിലപ്പം വരും. RT 90 എന്ന് കൊടുത്തു, ഇത് ആറാണ്. RT 90 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ശരിയാണ്. ഇതിന് റൈറ്റ് നമുക്ക് ഷോർട്ടായിട്ട് RT എന്നും കൊടുക്കാം. അങ്ങനെ ഫോർവേഡിന് FD എന്ന് കൊടുക്കാം. അങ്ങനെ ചെറിയ ഷോർട്ട് ഫോമുകൾ കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. Which feature allows storing multiple value in one variable? ഒരു വേരിയബിളിൽ ഒന്നിലധികം മൂല്യങ്ങൾ സംഭരിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? സിമ്പിൾ. A എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിന് എന്താ വേരിയബിൾ എന്നാ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. B എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? അപ്പു. അപ്പുവിനെ തന്നെ നമ്മൾ നേരത്തെ വിളിക്കുന്നത് അപ്പു. അങ്ങനെ ഒരു വേരിയബിളിലേക്ക് ഇവിടെ നമുക്ക് ഒരു വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ, ഒരു വേരിയബിളിലേക്ക്. എന്നാൽ എനിക്ക് കുറേ കളറിന്റെ പേര് സ്റ്റോർ ചെയ്യണം. ഒരു വേരിയബിൾ, ഇങ്ങനെയുള്ള ഒരു വേരിയബിളിന്റെ അകത്തേക്ക് കുറേ വാല്യൂസ് ഇങ്ങനെ കൊമേറ്റ് കുറേ സ്റ്റോർ ചെയ്യണം. അതിന് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക.
അതായത് ഈ കളേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. വേരിയബിളിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന പേര് കൊടുക്കാം. കളേഴ്സ് എന്നൊരു പേര് കൊടുത്തു. ഈക്വൽ ടു ഇട്ടിട്ട് ഇതിനെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ കൊടുക്കുന്നതിന്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഇടയിലായിട്ട് നമുക്ക് വേണ്ട വാല്യൂസ് കൊമേറ്റ് 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 കൊടുക്കാം. അവസാനം ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ എന്താവും, ഈ വാല്യൂസ് ഒക്കെ തന്നെ ഈ ഒരു വേരിയബിളിന്റെ ഉള്ളിലേക്ക് സ്റ്റോർ ആയിക്കോളും. ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു വേരിയബിളിൽ സ്റ്റോർ. ലിസ്റ്റ് മാത്രമല്ല, പൈത്തണിൽ വേറെ സെറ്റ്, ടപ്പിൾ, ഡിക്ഷണറി ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ലിസ്റ്റ് ആണ്. അതിനെ മാത്രം നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുക. കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, പഠിച്ചാൽ നല്ലത്. ഓക്കെ, ലിസ്റ്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൾട്ടിപ്പിൾ വാല്യൂസ് സിംഗിൾ വേരിയബിളിലേക്ക്, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് ലിസ്റ്റ്. ഓക്കെ അല്ലേ? Identify two main type of translator program used to convert high level language into binary. High level ഭാഷയെ ബൈനറി ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സമയം കളയുന്നില്ല, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തത് കമ്പൈലർ, രണ്ടാമത്തത് ഇന്റർപ്രറ്റർ. അതിനെ രണ്ടിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് രണ്ടും ക്ലിയർ. Which operator are used to check if a value are equal to or not equal to in Python? വിലകൾ തുല്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കണേ, സ്കിപ്പ് ചെയ്യരുത്. ഞാനിവിടെ a = 5 എന്ന് കൊടുത്തു. a = 5 എന്ന് കൊടുത്തു. ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഇല്ലേ, ഇതിന്റെ മീനിങ് അസൈനിങ് എന്നാണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്റ്റോർ ചെയ്യാൻ, അസൈൻ ചെയ്യാൻ വേണ്ടിയാണ്, 5നെ a ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഡബിൾ ഈക്വൽ ടു കണ്ടിട്ടുണ്ടാവും. അതായത് b = 10 എന്ന് കൊടുത്തു. b = 10. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു കാര്യം ചെക്ക് ചെയ്യാണ്. b = 10. b = 10. എന്താണ് ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെക്കിംഗ് ആണ് നടക്കുന്നത്. ബിന്റെ അകത്തുള്ള വാല്യൂ 10 തന്നെയാണോ അല്ലയോ എന്ന ചെക്കിംഗ് ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എന്നാൽ വെറും ഈക്വൽ ടു കൊടുത്താൽ ഈ 10നെ ബിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഡബിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ബിന്റെ അകത്തുള്ള വാല്യൂ 10 ആണോ എന്നാണ്. ഇങ്ങനെ ഇപ്പൊ b = 10, ഇവിടെ എന്തായിരിക്കും ആൻസർ? ട്രൂ ആണ്. ട്രൂ മീൻസ് ബിന്റെ ഉള്ളിൽ 10 തന്നെയല്ലേ ഉള്ളത്. ബിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി 10 സ്റ്റോർ ചെയ്തു. അതുകൊണ്ട് ബിന്റെ ഉള്ളിലുള്ളത് 10 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, ഈക്വൽ ടു ഓർ നോട്ട് ഈക്വൽ ടുവിന് പൈത്തണിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, നോട്ട് ഈക്വൽ ടു, നമ്മൾ നോട്ട് ഈക്വൽ ടു ഇങ്ങനെ പറയുന്നില്ലേ, അതിന് പകരം പൈത്തണിന്റെ അകത്ത് നമ്മൾ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡബിൾ ഈക്വൽ ടു കൊടുക്കും. ഈക്വൽ ടു അല്ലാലോ അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. സിംഗിൾ ഈക്വൽ ടു കാണുമ്പോൾ മനസ്സിലാക്കണം അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഇതും യൂസ് ചെയ്യാം. കുറെ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, വായിച്ചു നോക്കണേ. Which of the following are the logical operator used for combining multiple statement? ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളെ അഥവാ പ്രസ്താവനകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ഏതാ? അധികം പറയുന്നില്ല, ആൻഡും ഓറും ആണ്. ഇവിടെ ആൻഡ് ഓർ ഒക്കെ ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ് ഓർ നോട്ട്. What functions are required to receive a number and perform calculation? ഉപയോക്താവിൽ നിന്ന് സംഖ്യ സ്വീകരിച്ച് കണക്ക് കൂട്ടാൻ ആവശ്യമായ ഫംഗ്ഷനുകൾ ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംഖ്യയോ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, കിട്ടും. പക്ഷെ കിട്ടിയാല് ഇൻപുട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്പർ കിട്ടിയാലും ശരി, അക്ഷരങ്ങൾ കിട്ടിയാലും ശരി, ഈ ചങ്ങായി അതിനെ എടുക്കുന്നത് അക്ഷര രൂപത്തിലാണ്, സ്ട്രിങ് രൂപത്തിലാണ്. അതിനകത്ത് നമുക്ക് പിന്നെ കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.